അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. അങ്ങനെ കൃത്യമായി ഞാൻ പറയാം. ഞങ്ങള് തലേ കൈവച്ച് പോകുന്ന ഡ്രസ് ഐശ്വര്യനോടുള്ളത്. ഇന്നൂടെ അമ്മ പറഞ്ഞതേ ഉള്ളൂ, അയ്യോ ഇങ്ങനെ ബോധമില്ലാത്തൊരു സാധനം ഇന്നൂടെ അമ്മ പറഞ്ഞല്ലേ. അവിടെ എല്ലാവരും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എല്ലാം ശ്രീവിദ്യയാണോ? ശ്രീവിദ്യയാണോ? എനിക്കറിയാം. ശ്രീവിദ്യ, നിങ്ങളുടെ എന്താ പറയാ സെറ്റിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കമന്റ്, ഈ ഒരു ഫീഡ്ബാക്ക് ഐശ്വര്യ കിട്ടാറുണ്ട്. എന്നോട് പറയും, എന്റെ പൊന്നൈഷു ഇത് എന്തോന്ന്, ഇത് മാറൊന്ന് വേറെ എന്തെങ്കിലും ഒന്ന് വേറെ ഇട്, ഒന്നില്ലെങ്കിൽ ടോപ്പിന് ചേരാത്ത മാലയും കമ്പനി, ഇല്ലെങ്കിൽ അതിന് അങ്ങനെ അങ്ങനെ ഭയങ്കര. ഞാൻ ഇപ്പോഴത്തെ ഫാഷനാണ്, എന്നിലൂടെ ഫാഷൻ ഞാൻ തെളിയിക്കും. അതെ. പക്ഷെ എന്താന്നറിയില്ല, ഇന്ന് വന്നേക്കുന്നത് വളരെ സുന്ദരിയായിട്ട് എല്ലാത്തിനും ചേരുന്ന സാധനങ്ങളൊക്കെ ഇട്ടോണ്ടാ. എന്താ അമ്മ പ്രത്യേകം ചെയ്യിപ്പിച്ചാണ്. അതെന്താന്നറിയോ, അമ്മ പറയുന്ന കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, എല്ലാം ഓക്കെ ആയിരിക്കും. എനിക്ക് തോന്നിയ പോലെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മാച്ചിങ്ങും ഇല്ലാത്ത മഹാബോറായിരിക്കും. അപ്പൊ എന്നോട് സ്റ്റാർ ശ്രീവിദ്യ തന്നെയാണ് എന്നോട് പറഞ്ഞു, എനിക്കറിയാം എന്റെ മുന്നേ ചേച്ചി, ഞങ്ങളെല്ലാവരും അവള് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് പോകാറുള്ളൂ. കാരണം പിന്നെ ഞങ്ങളെല്ലാം മേക്കപ്പ് ചെയ്ത് ഇറങ്ങി കൈയും കെട്ടി ഇരുന്നാലും മാഡം ഇറങ്ങി വരില്ല. ഞാനേ ഭയങ്കര സ്ലോ ആണ്. ഇപ്പൊ ഒരു കാര്യം ഇങ്ങനെ ചെയ്തു ഭയങ്കര, നമ്മളിപ്പോ എവിടെ ഇറങ്ങുമ്പോഴും എപ്പോഴും അമ്മ നേരത്തെ റെഡി ആവത്തില്ല. കാരണം അമ്മയ്ക്ക് 5 മിനിറ്റ് മതി ഫുൾ എല്ലാം റെഡി ആയിട്ട് ഇറങ്ങാൻ. എനിക്ക് ഒരുപാട് സമയം, ഞാൻ എല്ലാം പയ്യെ കുളിക്കാനൊക്കെ നല്ല സമയം എടുക്കും. അതെ അതെ. ഞാൻ ചിലപ്പോ ഷൂട്ടുള്ള സമയത്ത് രാവിലെ 3:30 എണീറ്റാണ് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ. അപ്പൊ അങ്ങനെ സത്യമായിട്ട് 6 മണിക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 5:50 റെഡിയായി പോകുന്ന ആള്. അയ്യോ എനിക്ക് പറ്റത്തില്ല, ഞാൻ ഒത്തിരി ലേറ്റ് ആവും. ഞാൻ എന്റെ ജീവിതത്തിൽ എവിടെ ചെന്ന് നിൽക്കും എനിക്കറിയത്തില്ല. ആ കാര്യത്തിലൊക്കെ വൻ ബോറാണ്. ഭയങ്കര സ്ലോ ആണ്. കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോ എന്ത് ചെയ്യും. എന്നാലും എന്തിനാണ് ഏറ്റവും കൂടുതൽ മേക്കപ്പിൽ വരുമ്പോ എന്തിനാണ് ഏറ്റവും കൂടുതൽ സമയം ഐശ്വര്യ പോകുന്നത്? ഐ മേക്കപ്പ് കണ്ണെഴുതാനാണ് സമയം എടുക്കുന്നത്. എന്നാൽ ഏകദേശം എത്ര സമയം എടുക്കൂടാ? ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. എന്നെ നാട്ടിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ, എനിക്കറിയാം. അതെന്താന്നറിയോ, നമ്മൾ ആദ്യം അതിന് ചേരുന്ന ഒരെണ്ണം ഇട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഓഫ് ബോറ്. പിന്നെ വേറെ കളർ നോക്കും, ഐഷാഡൊക്കെ വേറെ കളർ നോക്കി കഴിയുമ്പോൾ ഇത് മാച്ച് ആവുന്നില്ല ഇങ്ങോട്ട്. പിന്നെ ഇത് പിന്നെ ഒരെണ്ണം ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയിട്ട് ഡ്രസ്സും ഇതൊക്കെ ചെയ്ത് ഫുൾ ചെയ്തിറങ്ങി കഴിയുമ്പോൾ വീണ്ടും തോൽവിയായിരിക്കും. അതിന് ഇതുമായിട്ട് ഒരു മാച്ചിങ്ങും ഇല്ലായിരിക്കും. അങ്ങനെയൊക്കെ. പിന്നെ ആയിഷ എന്തായാലും വരുമ്പോഴത്തേക്കും സ്റ്റാർ മാജിക്കിന്റെ ഒരു കഥ